ഇറ്റലിയിലെ ഒരു ചെറുപട്ടണം. മണ്ടത്തരങ്ങൾ മാത്രം കാണിച്ചു നടന്ന, നന്നായി എഴുതാനോ വായിക്കാനോ അറിയാത്ത 20 വയസ്സുകാരൻ ജോസഫിനെ അമ്മ ഒരു സന്യാസാശ്രമത്തിലേക്ക് അയക്കുന്നു. അവിടെ പശുത്തൊഴുത്തിലും കൃഷിയിടങ്ങളിലും പണിയെടുത്ത് മറ്റുള്ളവരുടെ പരിഹാസങ്ങളൊക്കെ കേട്ട് ജോസഫിന്റെ ജീവിതം അങ്ങനെ പോകുന്നു. പക്ഷേ അവന്റെ ഉള്ളിലെ ദൈവാശ്രയ ബോധം അവനെ പ്രാർത്ഥനയുടെ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. താൻ ഒന്നുമല്ല എന്നും ഒരു കുഞ്ഞു കാര്യം പോലും ചെയ്യാൻ സാധിക്കുന്നത് ദൈവം തന്നെ സഹായിക്കുന്നത് കൊണ്ടാണെന്നും പാവം ജോസഫിന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. പൂർണമായ ദൈവാശ്രയവും എളിമയും ജോസഫിനുണ്ടായിരുന്നതിനാൽ തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവൻ ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള ഒരത്ഭുത കൃപ ദൈവം അവന് നൽകിയിരുന്നു. താൻ ഒന്നുമല്ലെന്നും ചെറിയ ജോലികൾ പോലും തനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് ദൈവകൃപയാലാണെന്നും ഉള്ള ബോധ്യമാണ് അവനെ വൈദികനാക്കി തീർത്തത്. പിന്നീട് ദിവ്യബലി അർപ്പിക്കുമ്പോഴും പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് കടക്കുമ്പോഴും ഈ വൈദികൻ പറന്നുയരുന്നത് ആ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ വലിയ അത്ഭുതമായിരുന്നു. ജോസഫ് കുപ്പർത്തിനോയെ പോലെ നമുക്കും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാം. ദൈവം എന്നെ സഹായിച്ചില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന മനോഭാവത്തിന് ഉടമകളാവാം. അങ്ങനെ ആത്മാവിൽ ദരിദ്രരായി തീർന്ന് സ്വർഗരാജ്യത്തിന് അവകാശികളാകാം.